അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ ഉപ്പാപ്പയുടെ ആണ്ടിൻ്റെ പരിപാടി കൂടിയാണ് ഇവിടെ നടക്കുന്നത്. കൊണ്ടൂരത്തെ ഉമ്മാമ അവരുടെ ആണ്ടിൻ്റെ മാസമാണ്. ഈ മാസത്തിൽ വഫാത്തായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊക്കെ പൊരുത്തവും മദതും കിട്ടുന്ന മജ്ലിസാക്കി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലായികത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ മജ്ലിസാക്കി അല്ലാഹു ഇതിനെ സ്വീകരിക്കട്ടെ. ഹോസ്പിറ്റൽ രോഗികളായി ചികിത്സയിലായി കഴിയുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ SBയുടെ ജില്ലാ ട്രഷററൊക്കെ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, റോഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണമായ ശമനം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് നൽകപ്പെടുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ അല്ലാഹു ഫലവത്താക്കി കൊടുക്കട്ടെ. ഗർഭിണികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങി സന്തോഷകരമാകുന്ന അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരമായ കുടുംബജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. കുട്ടികളുടെ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവം നന്നാക്കി കൊടുക്കട്ടെ. നല്ല സൽസ്വഭാവികളായ മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളൊക്കെ മാറ്റിത്തരട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ വീട്ടാനുള്ള ഹലാലായ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ബിസിനസ്സിൽ വിജയമുണ്ടാകാൻ ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. വീടും സ്ഥലവും വിറ്റുപോകാൻ വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ബർക്കത്തുള്ള അവസ്ഥയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നല്ല വിലക്ക് റാഹത്തോടുകൂടി അതെല്ലാം വിറ്റ് സന്തോഷകരമാകുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഹിക്കായ ബന്ധങ്ങൾ അല്ലാഹു ഒപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ അടുത്ത് ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കുമുള്ള ഉദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കുമുള്ള ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അകറ്റിക്കൊണ്ടിട്ട് നമ്മുടെ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ നേരിട്ടും ഓൺലൈനായും പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനു വേണ്ടി സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമൈർ ഹൈതമിയുടെ ഉപ്പ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എത്രയായി മരിച്ചിട്ട് 25 ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുയുടെ ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഹൈതമിയുടെ ഉപ്പ അടക്കം ഈ അടുത്തായിട്ട് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അവർക്കൊക്കെ വേണ്ടി കുറഞ്ഞത് ഇലിൽ ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ജദീദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله فضال. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وأن أهل بلدنا وبيتنا هذا الصم الناقع والداء القامي والنباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون واللباء. اللهم نفر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشعل بالاعتبار أفكارنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار. اللهم وصل بلغ مثل ثواب ما قرأناه من القرآن العظيم ومدح نبيك الكريم منا إلى حضرة روح سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرة أصحابه البدريين والحديين والخندقيين والخيبريين والتبوكين وسائر الصحابة والقرابة كلهم أجمعين. اللهم إلى حضرة من نبيناهم وقصدناهم يا رب العالمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وقض هوائجنا يا قاضي الحاجات. اللهم حسن مرادنا يا محسن المرادات. اللهم اجعل في كل أمورنا من لدنك فرجا ومخرجا من حيث لا نحتسب عليك توكلنا وإليك نبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. اللهم بارك لنا في كل معاملاتنا يا رب العالمين. اللهم بارك لنا في كل مقصودنا يا رب العالمين. اللهم بارك في هذا المجلس يا رب العالمين. اللهم وجهنا إلى الخير. اللهم وجهنا إلى الخير. اللهم وجهنا إلى الخير ووجه الخير إلينا يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا لا تدع لنا ذنبا إلا غفرته ولا دينا إلا أديته ولا سهرا إلا أبطلته
قضيت ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا قضيتها ويسرت تركها وأسبابها يا رب العالمين. اللهم اجعل نعمتنا دائما ودولتنا قائما وأولادنا صالحا عالما عاقلا حافظا يا رب العالمين. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ അല്ലാമുൽ അയ്യൂബായ സത്താറായ വഹാബായ വദൂദായ ലത്തീഫായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ നീ സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് തിങ്ങി നിറഞ്ഞ മജ്ലിസാക്കണം അല്ലാഹ്. സ്വാലിഹീങ്ങളുടെ അർവാഹിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ മജ്ലിസാക്കണം അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ടോ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. വിഷമങ്ങൾ അകറ്റി കൊടുക്കണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്. മനസ്സമാധാനം നൽകണം അല്ലാഹ്. സക്കീനത്ത് നൽകണം അല്ലാഹ്. ജീവിതം ഖൈറാകുന്ന കാലമത്തിന് ഇസ്സത്തോടെ സന്തോഷത്തോടെ റാഹത്തോടെ അഭിമാനത്തോടെ ആഫിയത്തോടെ ഖുവ്വത്തോടെ സലാമത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. എത്ര കാലമാ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ അനുവദിക്കുന്നതെങ്കിൽ അത്രയും കാലം നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ നീ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്തിനായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ്. അറിഞ്ഞ് ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് റബ്ബേ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടു പുറത്ത് മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണം അല്ലാഹ്. ഞങ്ങളെ ഉസ്താദന്മാർക്ക് പൊറുക്കണം അല്ലാഹ്. ദുആ വസിയത്ത് ചെയ്തവർക്ക് പൊറുക്കണം അല്ലാഹ്. ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ പൊറുക്കണം അല്ലാഹ്. തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണം അല്ലാഹ്. പിശാചിന്റെ കണിവലയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഹ്. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖൽബിനെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണം അല്ലാഹ്. ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഈമാന്റെ ഹലാവത്ത് നൽകണം അല്ലാഹ്. മഹബ്ബത്തിന്റെ കമാലിയത്ത് നൽകണം അല്ലാഹ്. സ്വാലിഹീങ്ങളുമായുള്ള സ്വഹബത്ത് നൽകണം അല്ലാഹ്. ഇബാദത്തിന്റെ ലദ്ദത്ത് നൽകണം അല്ലാഹ്. ഖൈറാത്തുകളിലേക്കുള്ള ഖുർബത്ത് നൽകണം അല്ലാഹ്. മുത്ത് ഹബീബിനുള്ള മഹബ്ബത്ത് നൽകണം അല്ലാഹ്. അവിടുത്തെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വാക്കോ ഞങ്ങളെ പ്രവർത്തനങ്ങളോ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാക്കല്ല അല്ലാഹ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. ആ ക്വാളിറ്റിയുള്ള മുസ്ലിങ്ങളാക്കി ഞങ്ങളെ മാറ്റണം അല്ലാഹ്. ഞങ്ങളെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തല്ല അല്ലാഹ്. പ്രയാസം വരുത്തല്ല അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലങ്ങൾ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നീങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാഹ്. കിബ്ർ, ഹസദ്, റിയാ പോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ഗീബത്ത്, നമീമത്തുകളെ തൊട്ട് ഞങ്ങളെ സംരക്ഷിക്കണം അല്ലാഹ്. നീ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരിലുണ്ട് റബ്ബേ. ഞങ്ങളെ സംഘടനാ നേതാക്കളിലുണ്ട്, പ്രവർത്തകന്മാരിലുണ്ട്, വിവിധ ഇടങ്ങളിൽ വെച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട് റബ്ബേ. എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. രോഗം നൽകുന്നത് നീയാണ്, അത് ശിഫയാക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമാണല്ലോ അല്ലാഹ്.
ഷാഫിയായ കാഫിയായ അല്ലാ, ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാ. രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാ, ക്യാൻസർ നൽകല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ശരീരം കീറി മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നൽകല്ല അല്ലാ. ഞങ്ങളെ സ്വന്തക്കാര് പോലും ഇതൊന്നും മരിച്ചാ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. ഞങ്ങളെ ശരീരത്തിലെ അവയവങ്ങളെ മുറിച്ചു മാറ്റപ്പെടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാ. ഞങ്ങളെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നീ നൽകിയ ആഫിയത്ത് മൗത്ത് വരെ നീ സംരക്ഷിക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങളെ ജീവിപ്പിക്കണം അല്ലാ. അത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളാരെയും നീ എത്തിക്കല്ല അല്ലാ. നീ ഞങ്ങളെ കാക്കണം അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളെ കൊള്ള നോക്കണം അല്ലാ. നിന്റെ ഒലബിന്റെ നോട്ടത്തെ തൊട്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാ. നിന്റെ കോടതിയിൽ വിജയിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം അല്ലാ. ഈ മജ്‌ലിസിൽ വെച്ച് ആരെല്ലാം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ റബ്ബേ, അഭിവന്ദനായ തങ്ങളവറുകളോട് പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് വിവിധ സമയങ്ങളിലായി പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയ പലരുമുണ്ട് റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാമല്ല അല്ലാ. നീ അല്ലാഹുവേ സലാമത്താക്കണം അല്ലാ, പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ, ബുദ്ധിമുട്ടുകൾ അകറ്റി കൊടുക്കണം അല്ലാ. എന്ത് പ്രയാസമാണെങ്കിലും വിഷമമാണെങ്കിലും റബ്ബേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരാകുന്ന മശായിഖന്മാരുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ അതിനുള്ള ഖൈറായ വഴികളെ നീ തുറന്നു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണം അല്ലാ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ബറക്കത്തുള്ള ജോലി നൽകണം അല്ലാ. ഉള്ള ജോലിയിൽ പല പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബേ, പ്രതിസന്ധികളെ നീക്കി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, ജയിലിലും മറ്റുമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സലാമത്ത് നൽകണം അല്ലാ, സലാമത്ത് നൽകണം അല്ലാ. വീടും പറമ്പും മറ്റും കച്ചവടത്തിന് വേണ്ടി വെച്ചവരുണ്ട് റബ്ബേ. അല്ലാഹു എത്രയും പെട്ടെന്ന് വലിയ വിലക്ക് അത് കച്ചവടമാകുന്ന അവസ്ഥയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, കല്യാണം അന്വേഷിക്കുന്നവരുണ്ട്, ലാഹിക്കായ ബന്ധങ്ങള് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാ. ഐബില്ലാത്ത രോഗങ്ങളില്ലാത്ത മക്കളെ നൽകണം അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണം അല്ലാ. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും നീ വരുത്തല്ല അല്ലാ. ഓപ്പറേഷന് വിധേയമാക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ. സുഖപ്രസവം നൽകണം അല്ലാ. പ്രയാസത്തിലാക്കല്ല അല്ലാ, കഷ്ടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചോദിച്ചതും മനസ്സിന്റെ അകത്തുള്ളതുമായ മുഴുവൻ ആഗ്രഹങ്ങളിലുള്ള ഖൈർ അറിയുന്നവൻ നീയാണ്. ഖൈർ ഞങ്ങൾക്ക് നൽകണം അല്ലാ. ശർറുകളെ തട്ടി മാറ്റണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. ഈമാൻ സലാമത്താക്കണം അല്ലാ. നല്ല ദിവസത്തിലും നല്ല സമയത്തും പരിശുദ്ധ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗം കണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാൻ തൗഫീക്ക് നൽകണം അല്ലാ. തൗഫീക്ക് നൽകണം അല്ലാ. ഖബറിൽ ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാ. മഹ്ശറ ഞങ്ങൾക്ക് അനുകൂലമാക്കണം അല്ലാ. അല്ലാഹു അർശിന്റെ തണൽ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണം അല്ലാ. സിറാത്ത് മിന്നറിയും വേഗത്തിൽ മുറിച്ചു കടക്കുന്നവരിൽ പെടുത്തണം അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാ. ഞങ്ങൾ ഈ മജ്‌ലിസ് കൊണ്ട് പ്രത്യേകം കരുതിയിട്ടുള്ള മഹാനരാകുന്ന മമ്പുറത്തെ തങ്ങളുപ്പാപ്പ കുണ്ടൂരിൽ ഉമ്മാമ അല്ലാഹുവരടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ദറജകളെ നീ ഉയർത്തണം അല്ലാ. അവരെ പൊരുത്തമുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. അവരുടെ ആത്മീയമായ
തർബിയത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ. അവരോടൊപ്പം സ്വർഗം പുൽകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഈ മജ്ലിസിലൊക്കെ പങ്കെടുക്കാനൊക്കെ കാരണക്കാരനായത് അല്ലാഹു അഭിവന്ദനായ സയ്യിദ് അവറുകളാണ്. റബ്ബേ അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണം അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ, ഇസ്സത്ത് നൽകണം അല്ലാ, ബറക്കത്ത് നൽകണം അല്ലാ, ആയുരാരോഗ്യം നൽകണം അല്ലാ, സമ്പൽ സമൃദ്ധി നൽകണം അല്ലാ. എല്ലാവിധ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണം അല്ലാ. ഇസ്സത്തോടുകൂടി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം അല്ലാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരിൽ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസല്ലം.